ശരിക്കും നമ്മൾ ഇത് ഒരു പരിണാമമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അതായത് ഒരു പൂമ്പാറ്റായിട്ട് വരുമല്ലോ. അപ്പോൾ മനുഷ്യ ശരീരം എടുത്ത ബോധം ശരിക്കും വികസിച്ചതിന് ദൈവബോധത്തിലേക്ക് എത്തുകയാണോ വേണ്ടി, അങ്ങനത്തെ ഒരു സ്വാഭാവികത അതിലുണ്ടോ? അതറിയാണ്ട് ജീവിക്കുന്നവരാണോ ബാക്കിയുള്ളവർ? അതായത് ഇപ്പോൾ കുട്ടികളുണ്ട്. കുട്ടികൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇലാഹും ഇല്ലതയും തന്നെ അവർ, ആ ശിവനും ശിവ അവതാരം തന്നെ അവർക്ക് ഞാൻ എന്താന്നുള്ള ബോധമുണ്ട്. എന്താണ് ഏതാണ് ഇങ്ങനെ അറിയില്ല, ബോധമില്ല. അങ്ങനെ ഓരോ മതവും ഓരോ സങ്കല്പ നിഗമനത്തിൻ്റെ ആളുകളും പ്രഭാഷണക്കാരും പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് അങ്ങനെ എൻ്റെ പിന്നാലെ പോകണം. ഒരു രൂപരേഖ കിട്ടുന്നില്ല. ഏത് ഗ്രന്ഥം വായിച്ചിട്ടും മതങ്ങളിലൊക്കെ സാധനത്തിനെ കിട്ടുന്നില്ല. അങ്ങനെ ഓരോ സങ്കല്പത്തിലും നിഗമനത്തിലൂടെയും കുറേ മെഡിറ്റേഷനും, കുറേ കുണ്ടലി ഉയർത്താനും, കുറേ പൂജ ചെയ്യാനും, കുറേ നമസ്കരിക്കാനും, ഇങ്ങനെ ആളുകൾ പല രീതിയിലുള്ള ദൈവികമായി തീരാനുള്ള ശ്രമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് യാഥാർത്ഥമായ അതിനെ കാണിച്ചും അറിയിച്ചും അതിൽ കൊണ്ടെത്തിക്കാനുള്ള ഒരാളുണ്ടായ പറ്റും. അതാണ് ഇവിടെ ഉപനിഷത്തുകൾ, ഗീത, ഖുർആൻ, ബൈബിള്, ഇതുപോലെ ദൈവികമായി മൊയ്യീൻ, അഹമ്മദ് കബീർ, അജ്മീർ, ശ്രീനാരായണ, ചട്ടമ്പി സ്വാമികൾ, രാമകൃഷ്ണ പരമഹംസം, ഇതുപോലെ ദൈവികമായി ആ പൂർണ്ണത പ്രാപിച്ച ബോധോദയം സിദ്ധിച്ച് സാക്ഷാൽ ദൈവമായി അള്ളാഹുമായി തീർന്നവർ അവരെ കണ്ടെപ്പറ്റും. അവര് അപ്പോൾ ഇപ്പം നമ്മൾ കാണിക്കുന്ന പോലെ ആ പ്രകാശത്തെ കാണിച്ച് ഒരു വിത്തെന്ന പോലെ ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് അർത്ഥനാരി ഉപനിഷത്ത് പറയുമ്പോൾ അർത്ഥനാരി ശിവ സ്വരൂപമായി ആ അശ്വതോല്ല ഇലാഹായി അതിന് സാധനം പറഞ്ഞ പ്രപഞ്ചമായി രൂപപ്പെട്ട് ആ പ്രപഞ്ചവും ഇലാഹും ശിവന്റെയും സ്വരൂപത്തിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ വിത്തിട്ട മുളക്കുന്ന നരിയം ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ ബീജമായി വന്നുകൊണ്ട് ആ ഇലാഹിൻ്റെയും ശിവന്റെയും ചെറു രൂപത്തിൽ പുനർജനിച്ചുള്ള ശിവ അവതാരമാണ് ഭൂമിയിൽ, നരിയം ഗർഭത്തിലുള്ള ഭൂമിയുടെ എല്ലാ മനുഷ്യരും. ആ ഇലാഹിൻ്റെ ഗർഭത്തിൽ ആ പ്രകാശം തന്നെ ബീജമായി വന്ന ആ ഇലാഹ് എന്ന് പറഞ്ഞ ഇല്ലയാണ് മനുഷ്യരെല്ലാവരും. അതാണ് നമ്മ എന്ന് ഒക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചും പറഞ്ഞു അതിലൂടെ സഞ്ചരിപ്പിച്ച് ചിന്തിപ്പിച്ച് അതാണ് ഞാനെന്ന യാഥാർത്ഥ ബോധ്യത വരുത്താൻ ആളുകൾ